T20 ലോകകപ്പിൽ ഒരു ചരിത്രമുണ്ട്. ഓസ്ട്രേലിയക്ക് ഇതേവരെ സിംബാബ്വെയെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു മത്സരം കണ്ട് സിംബാബ്വെ ഓസ്ട്രേലിയക്കെതിരെ വിജയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എൻ്റെ മെമ്മറി പെട്ടെന്ന്, അതായത് ഒരു മസിൽ മെമ്മറി എന്ന വണ്ണം പോയി. ഇത് 2007 ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇതിനിടയിൽ ഈ കാലയളവിലൊന്നും സിംബാബ്വെ ഓസ്ട്രേലിയ മത്സരം നടന്നിട്ടില്ല എന്നുള്ള കാര്യം എൻ്റെ ചിന്തയിൽ പോയില്ല. യെസ്, ഈ ഒരു മത്സരത്തിലെ വിജയത്തോടുകൂടി സിംബാബ്വെ ഓസ്ട്രേലിയക്കെതിരെ T20 വേൾഡ് കപ്പിൽ അൺബീറ്റൺ ആയിട്ട് നിലനിൽക്കുകയാണ് എന്നുള്ളതാണ്. 23 റൺസിൻ്റെ ഒരു മിന്നും വിജയമാണ് സിംബാബ്വെ ഓസ്ട്രേലിയക്കെതിരെ നേടിയിരിക്കുന്നത്. സിംബാബ്വെ 2 മത്സരങ്ങളും വിജയിച്ചിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സോ ഇങ്ങനത്തെ ടീമുകളുടെയൊക്കെ പെർഫോമൻസ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാറുണ്ട്, സന്തോഷിപ്പിക്കുന്നൊരു ഫാക്ടറാണ് എന്നുള്ളതാണ്. അതും ഓസ്ട്രേലിയ പോലൊരു ടീമിനെതിരെ നേടുമ്പം അതിൻ്റെ ഒരു മധുരം ഉറപ്പായിട്ടും ഇരട്ടിയാകുമെന്ന് പറയുന്നൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, 2007 ആ മത്സരം കണ്ട ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. ലാസ്റ്റ് ഓവറിൽ ഓസ്ട്രേലിയക്കെതിരെ ആ ഒരു ബൗണ്ടറി അടിച്ചോ മറ്റോ ആണ് അന്ന് ആ ഒരു വിജയമൊക്കെ സ്വന്തമാക്കിയതെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. സെക്കൻഡ് ലാസ്റ്റ് ബോളിലോ മറ്റോ ഒക്കെ ആയിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പോൾ ഇതാ വർഷങ്ങൾക്ക് ശേഷം ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് സിംബാബ്വെയാണ്. 169 റൺസ് എന്ന് പറയുന്നൊരു സ്കോറാണ് നേടിയത്. അതൊരു യമണ്ടൻ സ്കോറാണ് ഓസ്ട്രേലിയക്ക് മുൻപിൽ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. പക്ഷേ അത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ സിംബാബ്വെയുടെ ഒരു ബാറ്റിംഗ് ഒരു ഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്ക് വിക്കറ്റുകൾ കാര്യമായിട്ട് പോകുന്നില്ല. പക്ഷേ റണ്ണിൻ്റെ ഒരു ഒഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അഗ്രസീവ് ലെവലിലൊന്നും അല്ല പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 169 അവസാനിക്കുകയും ചെയ്തു. ആകെ 2 വിക്കറ്റേ പോയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിൽ അവരുടെ ഓപ്പണേഴ്സ് ആയിട്ടുള്ള ബ്രെയിൻ ബെന്നറ്റും അതുപോലെ തന്നെ മറുമാണി, ഈ 2 താരങ്ങളാണ്. ഇപ്പം 54 പന്തിൽ 64 റൺസാണ് ബെന്നറ്റ് നേടിയതെങ്കിൽ കുറച്ചും കൂടി അഗ്രസീവായിട്ടാണ് മറുമാണിയുടെ ഇന്നിങ്സ്. 21 പന്തിൽ 35 റൺസ് എടുത്ത്. അതുപോലെ തന്നെ റയാൻ ബേളാണെങ്കിൽ 30 പന്തിൽ 35 ആണെങ്കിൽ കുറച്ചും കൂടി അഗ്രസീവായിട്ടാണ് ആ ഒരു കോമ്പിനേഷനിൽ സിക്കന്ദർ റാസയുടെ 13 പന്തിൽ 25 റൺസ് എന്ന് പറയുന്നൊരു ഇന്നിങ്സ് വരുന്നത്. ഈ ഒരു മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ മത്സരത്തിലെ സിംബാബ്വെയുടെ 6 വരുന്നത്, ഒരേ ഒരു 6 വരുന്നത് അവസാനത്തെ പന്തിലായിരുന്നു എന്നുള്ളതാണ്. അതായത് പറഞ്ഞാൽ വളരെ കരുതലോടുകൂടി അവർ എങ്ങനെ പ്ലാൻ ചെയ്തു അത് സക്സസ്ഫുള്ളാക്കി അവർ നിറവേറ്റി എന്നുള്ളതാണ്. കാരണം ഈ ഒരു 169 റൺസ് എന്ന് പറയുന്ന ഒരു സ്കോർ, 170 ഒരു ടാർഗറ്റ് ഓസ്ട്രേലിയക്ക് കൊടുക്കുന്നു. ഓസ്ട്രേലിയ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ പവർ പ്ലേയിൽ തന്നെ 4 വിക്കറ്റുകൾ നഷ്ടമായി എന്നുള്ളതാണ്. 6 ഓവറിൽ 38-ന് 4 എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയിരുന്നു ആദ്യത്തെ 6 ഓവറിലുണ്ടായിരുന്നു. 29 റൺസ് ആകുമ്പോഴത്തേക്കും 4 വിക്കറ്റുകൾ നഷ്ടമായി എന്നുള്ളതാണ്. ഇപ്പം ജോഷ് ഇംഗ്ലിങ്സിൻ്റെ രണ്ടാമത്തെ ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടമായി. ട്രാവിസ് ഹെഡ് 15 പന്തിൽ 17 എടുത്ത്. അതുപോലെ ക്യാമറൂൺ ഗ്രീനും ടിം ഡേവിഡും ഒക്കെ ഡക്കായി പുറത്തായി. പിന്നെ കുറച്ചെങ്കിലും ഒരു പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പം ഗ്ലെൻ മാക്സ്വെല്ലും അതുപോലെ റെൻഷോയുമാണ്. മാക്സ്വെല്ലിൻ്റെ ഈ ഒരു ഇന്നിങ്സിൽ നോക്കുവാണെങ്കിൽ 32 പന്തിൽ 31 റൺസ്. പക്ഷേ സാധാരണഗതിയിലുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ഒന്നും അല്ല കണ്ടത്. റെൻഷോയാണ് ഈ ഒരു മത്സരത്തിൽ ഒരു ക്രൂഷ്യൽ ആകുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ ഒരു മത്സരം ഒരു കൈവിട്ട് പോകുമെന്ന് പറയുന്നൊരു സിറ്റുവേഷനിൽ തന്നെ നിൽക്കുമ്പോൾ റെൻഷോയ് ഔട്ടായി. അതോടുകൂടി സിംബാബ്വെ വിജയം ഉറപ്പിക്കുന്ന സിറ്റുവേഷനിലേക്ക് വന്നു. പിന്നെ സിംബാബ്വെയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് അവരുടെ ഫീൽഡിംഗ് പെർഫോമൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവർ ബാറ്റ് ചെയ്ത് 169 എന്ന് പറയുന്ന സ്കോർ എടുത്തു. പക്ഷേ അതിനേക്കാൾ ഉപരി മികച്ച ബോളിംഗ് പെർഫോമൻസ് വന്നു. അതുപോലെ ഓരോ റണ്ണും വിലപ്പെട്ടതാണെന്നുള്ള രീതിയിലുള്ള സിക്സറുകൾ രക്ഷിക്കുന്ന തരത്തിലുള്ള മികച്ച ക്യാച്ചുകൾ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെയൊക്കെയുള്ളൊരു ഫീൽഡിംഗ് പെർഫോമൻസ് ആണ് സിംബാബ്വെയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അസബാനിയുടെ ബോളിംഗ് പെർഫോമൻസ്, ഇപ്പോൾ 4 ഓവറിന് 17 റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ടാണ് 4 വിക്കറ്റുകൾ നേടുന്നത്. അതുപോലെ ഇവാൻസ് ആണെങ്കിൽ 3.3 ഓവറിൽ വെറും 23 റൺസ് വിട്ടുകൊടുത്തിട്ട് 3 വിക്കറ്റുകൾ നേടി. പിന്നെ അവസാനത്തെ വിക്കറ്റ് റൺഔട്ട് സിറ്റുവേഷനാണ്. ആ ഒരു ഘട്ടം എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സിംബാബ്വെ പിടിമുറുക്കി എന്ന് പറയുന്നൊരു സിറ്റുവേഷനാണ്. എനിവേ, ഇനിയിപ്പോൾ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരം വളരെ ക്രൂഷ്യലായിട്ട് മാറും. സിംബാബ്വെ ഒരു പടി ഇപ്പം എനിക്ക് തോന്നുന്നു 2ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു വിജയത്തോടു കൂടി. അപ്പം ഒരു ഫേവറേറ്റ്സ് ആയിട്ട് എന്ന നിലയിൽ തന്നെ അവർക്ക് എത്താനായിട്ട് നിലവിൽ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് സബ്മിഷൻ സൈനിങ് ഓഫ്.